പിന്നെയല്ലേ ഞങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ മിക്ക ഞായറാഴ്ചയും വൈകിട്ട് ഇങ്ങനെ നടക്കാൻ പോവാറുണ്ട്. സൈക്കിളും ചവിട്ടിക്കും. കൊച്ചിങ്കപ്പുറം റോട്ടിൽ പോയി സൈക്കിൾ ചവിട്ടാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതങ്ങ് എപ്പോഴും പറയാറുണ്ട്. പാലം വന്നേ പിന്നെ പാലത്തിൻ്റെ അടിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞതേ ഈ റെയിലിൻ്റെ അവിടെയുള്ള ആ ഇതിൽ പോസ്റ്റിൽ ഞാൻ വലിഞ്ഞു കയറുവാണ്. എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുത്താന്ന് പറഞ്ഞ് ഞാൻ വലിഞ്ഞു കയറി കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട്. അപ്പോൾ രണ്ടെണ്ണം സൈക്കിൾ ചവിട്ടുവാണ്. അവിടെ ഇച്ചിരി വീതിയുള്ളതുകൊണ്ട് റൗണ്ടിൽ കറങ്ങാം. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഞങ്ങൾ അങ്ങ് പോണത്. പിന്നെ രണ്ടെണ്ണവും കൂടി കുറച്ച് നേരം അവിടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്ന് ഞങ്ങൾ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മൂസ് പറഞ്ഞു ഇനി അങ്ങ് പോകാം, കുറച്ചും കൂടി അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പാലത്തിൻ്റെ അപ്പുറത്ത് പോയി സൈക്കിൾ ചവിട്ടാം. നമ്മൾ പിന്നെ ഞങ്ങൾ അപ്പുറത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ അവിടെ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ അടുത്തൊരു ചൂണ്ടിരിക്കണം. അപ്പം ഞാൻ എന്നോട് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിടാം, എനിക്ക് ചൂണ്ടിടാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അവിടെ കടന്ന് പച്ചക്കുതിരയില്ലേ, പച്ചക്കുതിരേനെ പിടിക്കുക കേട്ടോ. ഞങ്ങളൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായില്ല. നമ്മളവിടെ ചെന്നപ്പോൾ കണ്ടതല്ലേ ചൂണ്ട, അപ്പോൾ ഇട്ടേക്കാന്നൊരു ആഗ്രഹം തോന്നി. അപ്പം ഞാൻ നടന്ന് എനിക്കൊരു പച്ചക്കുതിരേനെ കിട്ടിയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഒരെണ്ണം മതിയാവും ഇടാനായിട്ട്, നമുക്ക് ജസ്റ്റ് ഇടാനല്ല. അപ്പം ഞാൻ അതിനെയൊക്കെ കോർത്തിട്ട് ഇട്ട്. പക്ഷെ ഞാൻ ഇട്ടിട്ട് എനിക്കൊന്നും ഇല്ല. പണ്ട് അങ്ങനെ ഞാൻ ചൂണ്ടിടാൻ പോയി എനിക്കൊന്നും കിട്ടത്തില്ലെന്നേ. പണ്ട് ഞാനും എൻ്റെ അങ്കിളും ചേട്ടനൊക്കെ കൂടി ചൂണ്ടിടാൻ പോയിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വലിയ പുഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി നിന്ന് ചൂണ്ടിടും. പക്ഷേ ഞാൻ ചൂണ്ടിയിട്ട് എനിക്കൊന്നും ഇല്ല. എൻ്റെ കുഞ്ഞ് തത്തപ്പനില്ലേ, ആ സാധനമാണ് എനിക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അങ്കിളിനും എൻ്റെ ചേട്ടനൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞ് മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടന് കൊടുത്തു, സാഞ്ചേട്ടന് കൊടുത്ത്. സാഞ്ചേട്ടൻ ഇട്ടാന്ന് പറഞ്ഞ് സാഞ്ചേട്ടൻ കുറച്ച് നേരം ഇട്ടെന്നിരിക്കും. അപ്പോൾ ഇതുങ്ങൾ ചെന്ന് നോക്കി നിൽക്കുക. ഇതുങ്ങൾ ആദ്യമായിട്ട് ചൂണ്ടിടുന്നതൊക്കെ കാണും. ഇവർ ഇതുവരെയും കണ്ടിട്ടില്ല ചൂണ്ടിടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കാന്ന് പറഞ്ഞത്. അതിങ്ങനെ നോക്കിന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരവിടെ ഇരുന്ന് കാണാൻ തുടങ്ങി. അപ്പം ഞാൻ പോയി പിന്നെയും തത്തപ്പനുണ്ടാ മറ്റേ വെട്ടിലുണ്ടാന്ന് നോക്കാൻ പോയിക്കോട്ടെ. ഞാനിപ്പോൾ വെട്ടിലിനെ തപ്പി നടക്കുന്ന നേരം കൊണ്ട് ഇതുങ്ങൾ ഇവിടെ ഇരുന്ന് കാണുവാണ് മീൻ പിടിക്കണത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാഞ്ചരം പറഞ്ഞത് കൊത്തനുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓടി വന്നിട്ടോ. ഞങ്ങൾക്ക് അപ്പം നോക്കുവാണ്. അപ്പം പയ്യെ ഒരു കുഞ്ഞു മീനെ കിട്ടിയിട്ടോ. എൻ്റെ എന്തെന്നാണ് പറയണത്, കറുപ്പ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കറുപ്പ് എന്നാണ് പറയണത്. നിങ്ങളെന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കറുപ്പിനെ കിട്ടി. ഇതിനെ കിട്ടിയതും എനിക്ക് സന്തോഷമായി, അതുങ്ങൾക്ക് സന്തോഷമായി. ഇതുങ്ങൾ ആദ്യമായിട്ടാണ് ചൂണ്ടിട്ടൊരു മീൻ പിടിക്കണ കാണുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പം അതിനെ പിടിച്ച് ഞാൻ അവിടെ എനിക്കൊരു കവർ കിട്ടിയിടാം. നമുക്ക് കവറിലിടാം. അതിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് കവറിലിട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. വീട്ടിൽ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ അതിനെ ഊരി കവറിനകത്തോട്ട് ഇടും. അപ്പോൾ കണ്ണപ്പനും പറയും നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാമേ, നമുക്ക് അതിനെ വളർത്താമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും എന്നാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ മീനെ കവറിലാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ചൂണ്ടിടാൻ തുടങ്ങും. സാഞ്ചേട്ടന് മീൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അയ്യോ ഞാനും